അപ്പം എവിടാ പേര്? അവന്തിക. അവന്തിക. സ്ഥലം? വയനാട്. വയനാടെന്ന് അടുത്താ? ഞങ്ങൾ അടുത്താ, ഞങ്ങളൊക്കെ അയൽ ജില്ലക്കാരാ. ആ, വയനാട് സ്കൂള് സെന്റ് ജോസഫ് HSS കല്ലോടി. കല്ലോടി. എത്രാം ക്ലാസ്സിലാ? 9th. ഈ മോഹിനിയാട്ടം മാത്രമേ ഉള്ളൂ? അല്ല, നാളെ കേരളാടനം. അത് മോഹിനിയാട്ടം, കേരള നടനം. ഇത് രണ്ടെണ്ണം ആണുള്ളത്. ഇതിന്റെ റിസൾട്ട് വന്നോ? ഇല്ല, മോഹിനിയാട്ടം വന്നിട്ടില്ല. കുറച്ചും കൂടെ കഴിയാൻ റിസൾട്ട് വരും. ഉണ്ടായിരുന്നു മത്സരം മൊത്തത്തില് ഭയങ്കര ടഫായിരുന്നു. ടൈറ്റ് ആയിരുന്നു. കളിച്ചു. അപ്പൊ സ്കൂളിൽ നിന്നേ വലിയ ടീമാണോ വന്നത്? വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കുറെ പേര്. എല്ലാ ഇനങ്ങൾക്കും ഉണ്ട്? എല്ലാ പകുതി ഇനങ്ങൾക്കുണ്ട്, എല്ലാത്തിനും ഇല്ല. അതെ. അപ്പം നമുക്ക് മോഹിനിയാട്ടത്തിന്റെ മ്യൂസിക് റെഡി ആണെങ്കിൽ ഒരു ഇച്ചിരി സമയമുണ്ട്, കുറച്ച് സമയമുണ്ട്. അപ്പം വയനാടിന്റെ പ്രതീക്ഷ എങ്ങനാ കപ്പിന്റെ കാര്യത്തിൽ? അടിക്കും. എല്ലാരും അടിക്കുമെന്നങ്ങ് പറയാം. ഞാൻ അതായത് ഒരു ഉറപ്പില്ല, അവരതല്ല അടിക്കുമായിരിക്കും. അവനെ നേരത്തെ നമ്മുടെ അറബിഗാനം പാടിയിട്ട് പോയവനെന്ന് പറഞ്ഞു. അറിയത്തില്ല പറഞ്ഞു. അപ്പം ഇനിയിപ്പം നമുക്ക് ആ മോഹിനിയാട്ടം ഒന്ന് കാണണം. അതിനായിട്ട് മ്യൂസിക് ഒന്ന് റെഡി ആയിക്കൊണ്ട് അതിന്റെ ഒരു താമസമേ ഉള്ളൂ. പിന്നെ നമ്മൾ മ്യൂസിക്കിലേക്ക് കിടക്കും. അപ്പൊ ഇനിയിപ്പം വയനാട് കപ്പടിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇനി ഏതൊക്കെ ഇനങ്ങൾ കാണാൻ ബാക്കിയുണ്ടാകില്ലെങ്കിൽ അങ്ങനെ അതിനും കാണണം എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? ഗ്രൂപ്പ് ഡാൻസ് കാണണം. ഇപ്പൊ സംഘനൃത്തം തുടങ്ങാറായില്ലേ? തുടങ്ങാറായി. സ്കൂളിൽ നിന്നുണ്ടോ? ടീമുണ്ടോ? ഉണ്ട്. അപ്പം മ്യൂസിക് റെഡിയാ? അപ്പം മ്യൂസിക് റെഡി, തുടങ്ങാം. പ്രണയപൂർവം ഏണാംഗചൂട ശൃണുവാചം മമ പ്രാണാദിനാദ. 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 പ്രണയപൂർവം ഏണാംഗചൂട ശൃണുവാചം മമ പ്രാണ. അടിപൊളി. അപ്പം മോഹിനിയാട്ടം ഇനി നാളെ കേരള നടനം കഴിഞ്ഞിട്ടൊന്ന് ഇങ്ങോട്ട് വരണേ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. കേരള നടനം നമുക്ക് കാണണം. ഇനിയിപ്പം വയനാട് കപ്പ് അടിക്കും. വയനാട് കപ്പടിക്കും. അത് അങ്ങനെ തന്നെ നിന്നോട്ടെ, അനക്കണ്ട. അപ്പം താങ്ക് യു മോളെ. അപ്പം അങ്ങനെ മോഹിനിയാട്ടം കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്തത് ആരാ? അടുത്തത് മാപ്പിളപ്പാട്ട്. 2 പേരുണ്ട്. ആദ്യം മോമ്പ മാപ്പിളപ്പാട്ട് വെറൈറ്റി ആയിട്ട് എല്ലാം നമ്മൾ മാപ്പിളപ്പാട്ട് വന്നില്ലല്ലോ. മാപ്പിളപ്പാട്ട് വന്നിട്ടില്ല. അറബിഗാനം, കന്നഡ. മാപ്പിളപ്പാട്ട് ഇനിയുണ്ട്, അത് കഴിഞ്ഞാലുണ്ട്. അപ്പം പേര്? നാഷിദ്. എവിടെ സ്ഥലം? വയനാട്. അപ്പൊ വയനാട് രണ്ടാമത്തെ വയനാട്. അപ്പം ഈ ഇനം മാത്രമേ ഉള്ളൂ? മാപ്പിളപ്പാട്ട് മാത്രമാണോ? മാപ്പിളപ്പാട്ട് മാത്രമാണ്. ആണ്. റിസൾട്ട് വന്നു? എ ഗ്രേഡ്. 4 കൊല്ലമായി. 4 കൊല്ലമായിട്ട് എ ഗ്രേഡും കൊണ്ട് പോകുന്ന ആളാ. കഴിഞ്ഞ കൊല്ലം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, അതിനു മുമ്പ് കൊല്ലത്തുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോ ആ മാപ്പിളപ്പാട്ടിലേക്ക് നമുക്ക് നടക്കാം. ബദറിൽ മികജയം
പടയതിൻ സുഹൃതമേ ബഹുമനിறை ഫല പൊരുളുതൻ സുവർഗമേ മതി മതി പുകളാം തിരുവരെ മനത്തിലും കഥകശകുടെ ചിതമൊളി മഹിതരണമിലോ കുഫിർകളെ നിലവിളി തങ്കമധുമലർ തിങ്കളുതിപതി ലെങ്കും കിരികിടതാലും പൊങ്കുമവർ നില ബിണ്ടല മണ്ഡലമുണ്ടതിൽ ബിണ്ടും പൊങ്കും ശുചാദിൻ താളം ഹിതയാകെ ഭിന്ന പല പട തുടർ വിജയമിൽ പേരാണ് ധീരരമസരുള്ള ഹീലാലിൻ ഒരു യുഗ കഥ നില പറയുമ്പോൾ വീരേറും അസദുറസൂലില്ല ചിന്താരം പൊന്തും അമ്മ ചുങ്കേറും പൊന്തും സുമ്മ ചിന്താമിഷൽ പിരിശാലിണ്ടും സെയ്ത് ശുഹദാ ബദറിൽ മിക ജയ പടയതിൻ സുഹൃതമേ ബഹുമനിறை ഫല പൊരുളുതൻ സുവർഗമേ. യെസ്, തകർത്തല്ലേ? ഒരു ഓളം വന്ന് കേട്ടപ്പോ തന്നെ ചാർജായി. സിനിമ പാട്ട് പാടുവോ? പാടും. ഒരു 2 ലൈൻ പാടാമോ? പാടും. 2 വരി മതി. പഠിക്കോ? അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ നോവിൻ തീരങ്ങളിൽ ഞാൻ മാത്രമാ ഇരുൾ ജീവനെ പൊതിഞ്ഞു ചെയ്തൽ പ്രാണനിൽ മേഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസമേ അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. ഒരു മിനിറ്റ്. മോൻ എത്രയില്ല? +2. എന്താ മോന്റെ പ്രശ്നം? എന്താ മോന്റെ പറ, നമുക്ക് പറഞ്ഞു തീർക്കാം. നമുക്ക് എന്തൊരു വീലല്ലേ. അതൊക്കെ അപ്പം തകർത്തു മോനെ, അടിപൊളി, നല്ല ഫീലായിരുന്നു. അപ്പം പരിപാടി ഇനി വേറെന്തൊക്കെയുണ്ട് ഇനങ്ങൾ? ഇനി വേറൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത കൊല്ലം അല്ല, +2 കഴിഞ്ഞു. അതുകൊണ്ട് അപ്പൊ എന്തായാലും വയനാട് കപ്പടിക്കും എന്നുള്ള പ്രതീക്ഷ ഒരു വയനാടുകാരി പങ്കുവെച്ചു. അതും കൂടെ ഒന്ന് പറഞ്ഞട്ടെ. വയനാട് കപ്പ വലിയ പ്രതീക്ഷയില്ല. വയനാടുകാര് കേക്കണ്ട. അതെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ് പോനെ. ഓക്കെ, ഇനിയും അടുത്ത വേറെ മാപ്പിളപ്പാട്ടുണ്ട്. മാപ്പിളപ്പാട്ട് കലാകാരൻ ഒരാളും കൂടെ ഉണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം അടുത്ത മാപ്പിളപ്പാട്ട് മിമിക്രി ആണോ? എന്നാ ബാ. 4ാമത്തെ പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നതാണോ? ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അടുത്ത് അതെ, തുടർച്ചയായിട്ട് 4ാമത്തെ തവണ. എത്രയില്ല ഇപ്പൊ +1. അപ്പം നന്നാ തുടങ്ങും അല്ലേ? ഹലോ, ആദ്യമായിട്ട് ഒരു കൊച്ചുകുട്ടി കരയുന്നതിന്റെ ശബ്ദം. മൈക്കൊന്ന് പറഞ്ഞു. തകിലിന്റെ ശബ്ദം. തകില്. ഇനി ഒരു പൂച്ചയുടെ പ്രസവ വേദന. ഒരു കാര്യം പറഞ്ഞോട്ടെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കച്ചേരിക്ക് ഇപ്പൊ ഒരാൾക്ക് ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു കച്ചേരിക്ക് ഇവൻ മാത്രം മതി അല്ലേ? ഇവനെ കൊണ്ട് മതി ഈ ഒരാള്. തകില് എന്ന് വെച്ചാൽ വരുമ്പോ അവരോട് പറയണം അത് നിങ്ങൾക്ക് ഏതൊക്കെ ഉപകരണങ്ങൾ വേണം. മൃദംഗം, തകിൽ. അപ്പം അടുത്ത ഏതാ? ഒരു പൂച്ചയുടെ പ്രസവ വേദന. പൂച്ചയുടെ പ്രസവ വേദന നിനക്ക് എങ്ങനെ അറിയാടാ വേദന? കണ്ട് പഠിക്കുന്നതാ അത്.
ഓ അവരാ വേദന കേട്ടൂതാ. വേദന ശരിക്കും കേട്ട്. സ്ഥലം എവിടെയായിരുന്നു? കോഴിക്കോട് ഉള്ളിയേരി. കോഴിക്കോട് ഉള്ളിയേരി. ആ അപ്പം കോഴിക്കോട് കപ്പടിക്കുമല്ലോ അല്ലേ? കോഴിക്കോടൊക്കെ പഠിക്കും. പിന്നെ അതിലൊന്നും സംശയമില്ല. പത്തനംതിട്ടക്കാരിക്ക് മാത്രമേ സംശയമുള്ളൂ. നമുക്ക് കോഴിക്കോടുകാർക്കാ സംശയം. സംശയമില്ല. ആ. ഞാൻ നോക്കിയപ്പോ ഇവര് നല്ല പരിചയം. ആ. കഴിഞ്ഞ വർഷം നിന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ തന്നെ നിന്നപ്പോഴാണ് പുള്ളിയും വന്നത്. എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ. അപ്പം ഇനി ഈ കൊല്ലം പ്ലസ് വണ്ണാ. പ്ലസ് വൺ. പ്ലസ് വൺ ഏതാ? സയൻസോ കൊമേഴ്സോ? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടപ്പെട്ടെടുത്താ? ഇഷ്ടപ്പെട്ട് തന്നെ എടുത്തത്. അപ്പം കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് ആണ്. മിമിക്രി മാത്രമേ ഉള്ളൂ? മിമിക്രിയെല്ലാം പാട്ട് പാടലുണ്ട്. പാട്ടുമുണ്ട്. വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? ശരിക്കും പങ്കെടുത്തത്? അല്ല, ഇവിടെ പങ്കെടുത്തിട്ടില്ല. മിമിക്രി മാത്രമാണ്. പങ്കെടുത്തത് മിമിക്രി മാത്രം. അതാണ് 4 കൊല്ലമായിട്ട് മിമിക്രിയില്. മിമിക്രി മാത്രമേ അപ്പൊ 4 കൊല്ലമായിട്ട് പങ്കെടുത്തിട്ടുള്ളൂ. കോൺഫിഡൻസ് അതാണ്. 4 കൊല്ലമായിട്ട് മിമിക്രിയിൽ അങ്ങനെ ഇത്തവണ എ ഗ്രേഡ് അടിച്ച്. പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചതുണ്ടോ? പുതിയതുണ്ടോ? അത് മിമിക്രി പുതിയതുണ്ടെങ്കിൽ സ്വന്തമായിട്ട് മാസ്റ്റർ പീസ്. പറ്റും. ഈ കുട്ടി കാര്യം നോക്കാം. കുട്ടി കരയുന്നത്. കുട്ടി കരയുന്ന ഒന്നും കൂടെ ഒന്ന് കരഞ്ഞു. നേരത്തെ കുറച്ചും കൂടെ വലിയ കുട്ടിയാണോ? അല്ലല്ല, ചെറിയ കുട്ടി. അത് സ്വന്തം മാസ്റ്റർ പീസ് സാധനം അല്ലേ? നമുക്ക് അതൊന്നും ഒന്നും കൂടെ ഒന്ന്. പിന്നെ ഫുട്ബോൾ കമന്ററി ഷൈജു ദാമോദർ ഉണ്ട്. ഷൈജു എന്നാ അത് കേൾക്കാം. ഷൈജു ദാമോദരൻ കേൾക്കാം. അതെ. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് സോച്ചി ഫ്രീ കിക്ക്. റൊണാൾഡോ എടുക്കുന്നു ഫ്രീ കിക്ക്. റൊണാൾഡോ, നിങ്ങൾ ഇത് കാണുക. Why this man? It's genius. കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. അതെ അതെ. അത് തന്നെ. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. സിംഹരാജാവ് എഴുന്നള്ളുന്നു. അതെ. ദ കിങ് ലയണൽ മെസ്സി. മെസ്സി ഫാനാണോ? അല്ല. അല്ലേ? നെയ്മർ ഫാനാണ്. നെയ്മർ ഫാനാണോ? ഓ, നെയ്മർ ഫാൻ ഉണ്ട്. അപ്പം മെസ്സി ഇഷ്ടമല്ലെന്നാ? അല്ല, മെസ്സി ഇഷ്ടമാണ്. പക്ഷെ നെയ്മറിനെ കുറിച്ച്. നെയ്മറാ നെഞ്ചിനുള്ളിൽ നെയ്മറാണ്. ബ്രസീൽ അപ്പൊ ഇത്തവണ ബ്രസീൽ വേൾഡ് കപ്പ് തൂക്കും അല്ലേ? ഇല്ല, തൂക്കുമെന്നാ ഞാൻ പറഞ്ഞു. ഞാൻ കേട്ട് തോക്കുന്ന. അല്ല, തൂക്കുമെന്ന്. നാളെ നീ ഇവിടെ വരുന്നുണ്ടോ? നാളില്ല, ഞാൻ ഇന്ന് പോവാ. അപ്പൊ ഇനി അടുത്ത കൊല്ലം കാണാം. കഴിഞ്ഞു. ഈ കൊല്ലത്ത് കഴിഞ്ഞു മിമിക്രി. ഇനി അടുത്ത കൊല്ലത്ത് മിമിക്രിക്ക് വരും. അതെ. എ ഗ്രേഡ് വാങ്ങാം. അതെ. അപ്പം ഓക്കെ, അടിപൊളി. ഓക്കെ, താങ്ക് യു. യെസ്. ഇനി നമുക്കുള്ള ഐറ്റം എന്താ? നമുക്കുള്ള ഐറ്റം യെസ്, ഒരു ഇടയ്ക്കയാണുള്ളത്. ഇടയ്ക്കയാണ്. നമ്മള് ഇപ്പൊ തുടങ്ങിയ പിന്നെ ആദ്യത്തെ വാദ്യോപകരണ. നേരത്തെ അവൻ വന്നിട്ട് വാദ്യോപകരണം കഴിഞ്ഞു, പക്ഷെ മിമിക്രി ആയിരുന്നു. ഇത് ശരിക്കുള്ള വാദ്യോപകരണം. യെസ്, മോനെ ബാ. പേരെന്തായോ? കൃഷ്ണദേവ് ദിലീപ് കുമാർ. ദേവ് ദിലീപ് കുമാർ. ഏത് ജില്ലയാ? തൃശ്ശൂർ. തൃശ്ശൂര് ഇപ്പൊ കപ്പിരിപ്പുണ്ട്. കപ്പ് ഇവിടെ നനക്കുന്നോ അതോ ഇവിടെ തന്നെ വെക്കുവാണോ? ഇവിടെ തന്നെ ഇരിക്കും. അനക്കത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവന്റ് സ്റ്റാർട്ട് ചെയ്താലോ? ജയദേവ കവേരിതമുദിതമുദാരം ശൃണു സുഖദം ശുഭദം ഭവസാരം ശ്രീ ജയദേവ കവേരിതമുദിതമുദാരം ശൃണു സുഖദം ശുഭദം ഭവസാരം കേശവാധര ദശവിധരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. യെസ്, അടിപൊളി. അഷ്ടപതിയാണോ? അതാ നമ്മൾ ഇടയ്ക്കല്ല, ഇടയ്ക്ക കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അഷ്ടപതിയാണ്. പാടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഷ്ടപതിയാണെന്നുള്ളത്. ഇത് മോനെ കുറെ കാലമായി അഷ്ടപതി പഠിക്കാൻ തുടങ്ങിയിട്ട്? ഈ കലോത്സവത്തിന് വേണ്ടിട്ട് ആണോ? ആരാ ഗുരു? ആരാ? സലീഷ് നരദുർഗ, ഇരിങ്ങാലക്കുട. അപ്പം ഇത്തവണ തൃശ്ശൂര് കപ്പ് കൊടുക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല, അനക്കുന്നില്ല. ഒരു പൊടി പോലും അനങ്ങുന്നില്ല. അപ്പം ഇനിയിപ്പം വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? ശാസ്ത്രീയ സംഗീതം, സംസ്കൃത ഗാനാലാപനം. സംസ്കൃത ഗാനാലാപനമുണ്ട്. ഇന്നിപ്പോ ഏതെങ്കിലും ഉണ്ടോ? ഇനി കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ഈ അഷ്ടപതി മാത്രമേ ഉള്ളൂ. ഇനി നാളെയാണ് ബാക്കി ഇനങ്ങൾ. 17 18. ശരി. അപ്പം അതാണ് അഷ്ടപതി. നല്ലൊരു അഷ്ടപതി. ശരി മോനെ. അപ്പം ഇനിയിപ്പം നമുക്കൊരു മിമിക്രി. ഇവനെ നിനക്കറിയോ? വായോ. ഇവനെ നിനക്കറിയാം. കഴിഞ്ഞ കൊല്ലം നിന്നെ എന്നെ പേടിപ്പിച്ചൊരുത്തനാ. ഇവന്റെ ഒരു അഭിനയം കണ്ട് നമ്മൾ പേടിച്ചു പോയി.
നമ്മുടെ യൂട്യൂബിൽ ഇപ്പഴും ഇവന്റെ ഇമേജ് ഉണ്ട്. എനിക്ക് കണ്ടിട്ട് പലപ്പോഴും ഇവൻ ഇങ്ങനൊക്കെ വെച്ചൊരു സാധനം ചെയ്തു. നമ്മൾ പേടിച്ചു പോയി. ഓർമ്മയുണ്ട് നിനക്ക് ഞങ്ങളെ? ഓർമ്മയുണ്ടല്ലേ? ഞങ്ങളെ കണ്ടു വന്നതാണോ? നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ട. തീർച്ചയായും. അതെ. അപ്പം ഇത്തവണ എന്താ വെറൈറ്റി ഉണ്ടോ? മിമിക്രിയാണ്. മിമിക്രി. അതെ. കഴിഞ്ഞ തവണ മോണാക്റ്റായിരുന്നല്ലേ? മിമിക്രി ഉണ്ടായി. ആ, അപ്പം ഇത്തവണ നമുക്ക് മിമിക്രി ആണ് അല്ലേ? പുതിയ പുതിയ മാസ്റ്റർ പീസ് സാധനങ്ങൾ. നെസ്ലിനെ ചെയ്യാം. എല്ലാരും അടിപൊളി പെർഫോമൻസും. കലോത്സവത്തിനെ പറ്റി പറയാൻ ആരില്ല, കാരണം ഞാൻ കലോത്സവത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. 1 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കണ പോളി ചാടി പിടിക്കാൻ ഞാൻ റെഡിങ്കന. ഇനി നമുക്ക് ഷൈനികത്തിന്റെ ശബ്ദം ചെയ്യാം. കലോത്സവത്തിനെ പറ്റി പറയണെങ്കിൽ പൊളി മൂടാണ്, വൈബാണ്. ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട്. അത് പരമാവധിയും പുറത്തെടുക്കാൻ നല്ലതാണ്. ഇനി യുവതലമുറയത്തെ കുട്ടികൾ വളർന്ന് വന്നം. അതാണ് എന്റെ ആഗ്രഹം. അത്രയുള്ളൂ വെച്ചാൽ നമുക്ക് അമ്പാന്റെ ശബ്ദം കൊടുക്കാം. അണ്ണപ്പട്ടി ജ്യൂസ് അടിച്ചോണ്ടിരിക്കുന്നത്. അണ്ണ ചാടി തോളത്ത് കൂടെ ചവിട്ടി ജമ്മെടുത്തവർ തോളത്ത് കുത്തിക്കൊന്ന്. അണ്ണപ്പട്ടി ഞാനടിച്ച് മൂസാർന്ന്. നമുക്ക് വേടന്റെ ശബ്ദം കൊടുക്കാം. വണക്കം മക്കളെ. കാട്ടുമരത്തിന്റെ മനം മുറിഞ്ഞ് കാക്കി ഭൂതങ്ങൾ വലം നിറഞ്ഞ് യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മക്കിളി കരഞ്ഞ് വനമകൾ ഒരു തീന്നിന്റെ മാറ് തുളഞ്ഞല്ലോ. മന്നവും തകർന്നു പെരുങ്കാട് കരഞ്ഞല്ലോ. മലയിലൊരു വിടുത്ത് അരുവിരണ നിറഞ്ഞു അർഗം പോൽ കരിഞ്ഞല്ലോ. വണക്കം മക്കളെ. അല്ലെ, ഇതേ തൃശ്ശൂരിൽ നിന്ന് പാടിയോണ്ട് ഇതിപ്പോ ഇത് വേടനൊന്ന് കേട്ടായിരുന്നെങ്കിൽ പുള്ളി വന്നേനെ. അപ്പം ഈ മിമിക്രി ഇതൊക്കെയാണ് വേറെ പുതിയ ഞാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത എന്തെങ്കിലും നിന്റെ കണ്ടുപിടുത്തം ഇതുവരെ പിന്നെ ഇപ്രാവശ്യം സഞ്ചാരത്തിന്റെ ഒരു തീമാണ് പിടിച്ചു പോയത്. എന്തായാലും ഇംഗ്ലീഷ് ട്രെയിലർ നമുക്കൊന്ന് ചെയ്യാം. പറഞ്ഞു. Give me a break it up. Let's go. Hey, who are you? Coming soon. എനിക്ക് സത്യമായിട്ടുണ്ടല്ലോ ഇവൻ ഇവിടുന്ന് വിടാൻ തോന്നുന്നില്ല. വേറൊരു കാര്യമേ, ഇതിലെ കാറ് പാസ് ചെയ്ത് പോയപ്പോഴും ഈ പ്ലെയിന് പോയ സമയത്തും പട്ടി കുറച്ച സമയത്തും ഒക്കെ നമ്മുടെ അടുത്തുകൂടി ഇങ്ങനെ അങ്ങ് പാസ് ചെയ്ത് പോയൊരു ഫീൽ ഇട്ടായിരുന്നു. എന്നുവെച്ചാൽ ദൂരെന്ന് വരുന്ന ഒരു വണ്ടി ഇങ്ങനെ അടുത്തു കൂടെ ഇങ്ങനെ നമ്മുടെ സൈഡിൽ കൂടി ഇങ്ങനെ പോയ പോക്ക. അതാണ് മിമിക്രി കലാകാരന്റെ വിജയം. അപ്പം മിമിക്രി മാത്രമാണ്. മോണാക്ടില്ലേ? മോണാക്ട് ഉണ്ട്. മോണാക്ട് ഇനി 17-ാം തീയതി. മോണാക്ട് 17. ഇപ്പം ഏതാ ക്ലാസ്? ഏതാ ക്ലാസ്? +1. അടുത്ത കൊല്ലം കൂടെ ഉണ്ട്. അടുത്ത കൊല്ലം ഉണ്ട്. അതെ. അപ്പം സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം പാലക്കാടാണ്. പാലക്കാട് കല്ലേക്കാട് എന്ന് പറയും. പാലക്കാട് കപ്പ് തൂക്കുമോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ തൂക്കണ്ടേ? തവണ പാലക്കാട് തൂക്കണം എന്നാണ് ആഗ്രഹം. ഏത് തൂക്കിയാലും കുഴപ്പമില്ല. തൃശ്ശൂർ തൂക്കിയാലും പാലക്കാട് തൂക്കിയാലും കുഴപ്പമില്ല. കാരണം ഞാൻ തൃശ്ശൂരുകാരനാണ്, കുറച്ച് പാലക്കാടുകാരനുമാണ്. അവൻ ഇവരിലാരെങ്കിലും തൂക്കിയാ അതിന്റെ പരിപാടി അങ്ങനെയല്ല. പാലക്കാടാണോ കപ്പ് കൊണ്ടോന്ന് ചോദിച്ചു. അതെ, പാലക്കാടാണ്. സംശയം എന്താ നോക്കുമ്പോ ഇത്ര ആൾക്കാർ ഈ ചുറ്റി നിൽക്കുന്നത് തൃശ്ശൂർക്കാർ. അല്ല, അങ്ങനെയല്ല, പാലക്കാടുണ്ട്. പക്ഷെ തൃശ്ശൂർ അടിച്ചാലും ഞാൻ കൊല്ലൂരുകാരനാണ് ശരിക്കും. അപ്പം അതാ, എങ്ങനെയായാലും ആരടിച്ചാലും സന്തോഷം മാത്രം. അതെ. അപ്പം അതാണ് മിമിക്രി വിശേഷങ്ങളുമായിട്ട് നാളെ മോണാക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കാണാം. നാളെ അല്ല, 17-ാം തീയതി. അച്ഛൻ വന്നോ? ഫാമിലി അവിടെ ഉണ്ട്. അച്ഛനും കൂടെ ചെയ്തായിരുന്നല്ലേ? അതാണ്. അപ്പം അതൊക്കെയാണ് വിശേഷം. ശരി മോനെ. അപ്പം അങ്ങനെ കുറെ ഇനങ്ങള് ഇനിയുണ്ട് നമ്മുടെ പുറകെ. ഇനിയും ചുറ്റും ആൾക്കാരുണ്ട്. യെസ്, വന്ന് നിന്നിട്ട് നമുക്ക് ഇനം ഏതാണെന്ന് അറിയാം. ഏതാ? പ്രസ്റ്റേഷൻ ഇംഗ്ലീഷ്. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ. ഓക്കെ. അപ്പം ആദ്യം ഹൈസ്കൂൾ പാടുമോ ഹയർ സെക്കൻഡറി പാടുമോ? അത് ഒരുമിച്ചാണോ? ആദ്യം ഹൈസ്കൂൾ പാടും. If a farmer sees a tree that's unhealthy, they don't look at the branches to diagnose it. They look at the root.
So, like that farmer, we must look at the root, not to the branches of the government, not to the politicians run by corporates. We are the root. We are the foundation of this generation. It's up to us to take care of this planet. It's our only home. We must globally warm our hearts and change the climate of our souls and realize that we are not apart from nature. We are a part of nature. And to betray nature is to betray us. To save nature is to save us. Because whatever you're fighting for, racism, poverty, feminism, gay rights, or any type of equality, it won't matter in the least. Because if we don't all work together to save the environment, we'll be equally extinct. We'll be equally extinct. യെസ്, അടിപൊളി. അപ്പം ഹൈസ്കൂൾ ആദ്യം കഴിഞ്ഞു. മോളുടെ പേര്? ശ്രീഷ. ശ്രീഷ. എത്രയിലാ പഠിക്കുന്നത്? 10th. നിങ്ങൾ രണ്ടുപേരും ജില്ല ഏതാ? പാലക്കാട്. പാലക്കാടുകാര്. അത് കുറേ പാലക്കാട് കുറേ വന്നു പാലക്കാടായി. അപ്പം നമുക്ക് ഇനിയിപ്പം ഹയർ സെക്കൻഡറി കേൾക്കാം. ഇത് ഏതാ കവിത ഏതാ? Dear future generation, Richard Williamson. റിച്ചാർഡ് വില്യംസ് അല്ലേ? അപ്പം അടുത്തത് ഇനിയും അത് കേട്ടിട്ട് നമുക്ക് കവി ആരാന്നും കവിത ഏതാന്ന് പറയാം. ചൊല്ലി. I don't know how many have died or how many died before war flared up. There must be a way to listen to all the pain that burns in people. Must be a way to hear all that anguish. Pain creates deadness of heart. Distance makes all that suffering unreal. How else can great powers add bombs and missiles to an agony that's engulfing the world in fire and rage? How did we become so deaf to the death of innocent children and their mothers? How did we get to measure the value of one death against another with one worth 1,000 of the other? Surely, the heart of the world has died. I sit here staring at the sky, wondering what could change the coldness in the soul that makes it possible for us to eat our food, go to work, and love with our families. Then we know that over in Gaza, a brief dream away, hundreds of thousands starved, their homes destroyed, their lives broken. Surely, something's wrong with the world. Something's twisted in our humanity. യെസ്, ഇത് ഈ കവിത ഏതാ കവി ഏതാ? കവിത ഗാസ ബൈ ബെൻ ഓക്രി. ഇത് അധികം ആയിട്ടില്ല ഈ കവിത? ഇല്ല, 2023 വന്ന കവിത. ഈ പലസ്തീൻ ഇസ്രായേൽ സംഘർഷമൊക്കെ വന്നതിന് ശേഷം വന്ന കവിത. അപ്പൊ ഇംഗ്ലീഷ് കവിതകൾ കുറെ വായിക്കാറുണ്ടോ? ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് റെസിറ്റേഷൻ ചെയ്യുന്നത്. ആണ്. മോളോ? ആദ്യമായിട്ട് ചെയ്യുന്നത് തോന്നുന്നില്ല. മോളോ വായിക്കാറുണ്ടോ? ഞാൻ സെക്കൻഡ് ടൈം ആണ് സ്റ്റേറ്റിലേക്ക്. 8th വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സെക്കൻഡ് ടൈം. അല്ല, ഇംഗ്ലീഷ് പോയംസ് ഇംഗ്ലീഷ് പോംസ് കേൾക്കാറുണ്ട്. ഇഷ്ടമാണ്. ഭയങ്കര എനിക്ക് ഷേക്സ്പിയർ ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കാറുണ്ട്. സെക്കൻഡ് ടൈം ആണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം റിസൾട്ട് വന്നോ? രണ്ടുപേർക്ക് എ ഗ്രേഡ്. ഡബിൾ. ഞങ്ങൾക്ക് പാലക്കാട് എ ഗ്രേഡ് കൂടി കൊണ്ട് പോകുന്നുണ്ട്. അത് കൊണ്ടുപോകുന്നുള്ളതാണ് പറയുന്നത്. അപ്പം പാലക്കാടുകാര് കപ്പ് തൂക്കുമെന്നാണ്. കുറെ പാലക്കാടുകാർ തൂക്കും. കോൺഫിഡൻസ് മാത്രം മതി നമുക്ക്. കോൺഫിഡൻസോടെ. അപ്പം എന്തായാലും അടിപൊളി. അപ്പം പരിപാടിയൊക്കെ കണ്ട് എല്ലാ ഇനങ്ങളും കണ്ട്. വേറെ ഇനങ്ങളുണ്ടോ? എനിക്ക് സ്കിറ്റ് ഉണ്ട്. ഇംഗ്ലീഷ് സ്കിറ്റ്. അത് ഇന്നാണോ? നാളെ അല്ല, 16th. ശരി. അപ്പം അതാണ് അവിടെ പാലക്കാടുകാരുടെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പം ഇനിയും കുറെ വിശേഷങ്ങൾ. എന്തായാലും അടിപൊളി. ശരി കേട്ടോ. അപ്പം അതാണ്. ഇനി കുറെ ഇനങ്ങളൊക്കെ അവർക്കും കാണാനുണ്ട്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഇവനെ നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ. അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് അവനൊന്നും പേര് പറഞ്ഞു. ശ്രീനന്ദൻ. എവിടെ സ്ഥലം? പന്തളത്ത് നിന്നാണോ? ഞങ്ങളെ പത്തനംതിട്ടക്കാര് അങ്ങനെ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു വിഷയം എന്താ അറിയോ? ഈ പന്തളം എന്ന് പറഞ്ഞത് ഞാൻ ജനിച്ച സ്ഥലം പന്തളമാണ്. അതിനുശേഷം ഞാൻ വളർന്ന സ്ഥലം കോഴിക്കോട്. അപ്പം എനിക്ക് പന്തളംകാരെ എനിക്ക് അങ്ങനെ അവഗണിക്കാൻ പറ്റില്ല. പന്തളത്ത് എവിടെ നിന്നാണ്? പത്തനംതിട്ട ജില്ലയിലായതുകൊണ്ട് തട്ടയില്. ഓക്കെ. അപ്പം ഇപ്പൊ ഇന്ന് മകരവിളക്ക. അതെ. ഏതൊക്കെയാ ഇനങ്ങൾ? ഏതൊക്കെയായിരുന്നു? ഈ മാപ്പിളപ്പാട്ട് ഇപ്പൊ കഴിഞ്ഞു. ഇനി ശാസ്ത്രീയ സംഗീതവും പിന്നെ വഞ്ചിപ്പാട്ടും ഉണ്ട്. ശാസ്ത്രീയ സംഗീതം നാളെയാണ്. 17ാം തീയതി. ആരാ ഗുരു? ആരാ? അടൂർ സുദർശൻ സാർ. അപ്പം നമുക്ക് ആദ്യം ഈ മാപ്പിളപ്പാട്ട്
ഇറയവൻ തിരുഫലലുരെ ഫുർഖാനുൽ അലീമിലെ ഉയർമയാം ത്വാഹ. ഇറയവൻ തിരുഫലലുരെ ഫുർഖാനുൽ അലീമിലെ ഉയർമയാം ത്വാഹ. ഈണമിലായി പുതുമധുരിത മൊഴികൾ ഹബ്ബാബോരാ. ഇടം പടർന്നൊഴുകിടം പുറമിലെ കുയിൽ സുരാഗമായി ചെവിത്തുടൻ ഇരിമ ഈറപ്പൂലി കലമ്പിടും അതിഹൊലബാൽ ഉമറുടൻ ബാബുങ്കൽ മുട്ടി വിളിത്ത് ഭാരത്തിൽ ദാറുകിടുത്ത് കേട്ട് സൈദിബിൻ സൈദോരം പൂട്ട് സഖി ഫാത്തിമ തോറും തുറന്നിടുവാൻ ഭയന്നിടലാ. ഇറയവൻ തിരുഫലലുരെ ഫുർഖാനുൽ അലീമിലെ ഉയർമയാം ത്വാഹ. അടിപൊളി. അപ്പം ഇനിയും പദ്യം ചൊല്ലലുണ്ട്. അല്ല, ശാസ്ത്രീയ സംഗീതം. പിന്നെ വഞ്ചിപ്പാട്ട് ടീമാണ്. അപ്പം എവിടെ നമ്മുടെ പന്തളത്തുനിന്നല്ലേ? അല്ല, പൊതുവെ അങ്ങ് പറയാം. പത്തനംതിട്ട കപ്പ് തൂക്കുമോ മോനെ? തൂക്കും അല്ലേ? പത്തനംതിട്ട കപ്പ് തൂക്കുമെന്നാണ്. പത്തനംതിട്ട കപ്പ് തൂക്കോ മോനെ? പറ. തൂക്കും. പത്തനംതിട്ട കപ്പ് തൂക്കത്തില്ലെന്നൊരു ഇതുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല മോനെ, ഇതൊക്കെ ചുമ്മാ പറയുന്നു. നമ്മളെല്ലാരോടും ചോദിക്കുമ്പോ നമ്മളങ്ങനെ ചോദിക്കും, പത്തനംതിട്ട കപ്പ് തൂക്കട്ടെ കേട്ടോ. താങ്ക് യു മോനെ. അപ്പം മാപ്പിളപ്പാട്ടും ശാസ്ത്രീയ സംഗീതവും എല്ലാം കൂടി ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം ഇനിയിപ്പം ഒരു മോഹിനിയാട്ടം ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് ആ മ്യൂസിക് ഒന്ന് സെറ്റ് ആക്കണം. അതിനു മുമ്പ് ആ മ്യൂസിക് സെറ്റ് ആക്കുന്ന ഒരു ചെറിയ സമയം കൊണ്ട് അടുത്ത മോനെ പോ. വന്നോളൂ ബാ. മോഹിനിയാട്ടമാണോ? മോഹിനിയാട്ടം എന്നാ വന്നോട്ടോ. മോഹിനിയാട്ടം മ്യൂസിക് റെഡിയാവുന്ന ഒരു ഇച്ചിരി സമയമുണ്ട്. ആദ്യം വിശേഷങ്ങൾ പറയാം. മോളുടെ പേര്? പ്രാർത്ഥന. സ്ഥലം? കൊല്ലം കരുനാഗപ്പള്ളി. യെസ്. കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലത്തായിരുന്നു. അപ്പം ഇത് എത്രാമത്തെ തവണയാ സംസ്ഥാന കലോത്സവം? മൂന്നാമത്തെ തവണ. അപ്പൊ കറക്റ്റ്. ആദ്യ കലോത്സവം കൊല്ലത്തായിരുന്നു. തിരുവനന്തപുരം, തൃശ്ശൂർ. അപ്പം ഇപ്പം മോഹിനിയാട്ടം കഴിഞ്ഞ റിസൾട്ട് വന്നോ? ഇല്ല, വന്നിട്ടില്ല. എ ഗ്രേഡ് ഉറപ്പല്ലേ? കോൺഫിഡൻസ് നമ്മൾ പ്രാർത്ഥനയുടെ പ്രാർത്ഥന. അതെ, ഈ മോഹിനിയാട്ടം മാത്രമേ ഉള്ളൂ? മാത്രമേ ഉള്ളൂ. എല്ലാ കൊല്ലം മോഹിനിയാട്ടം മാത്രമാണോ? അല്ല, കഴിഞ്ഞ വട്ടം കേരള നടനായിരുന്നു. കേരള നടനം ഉണ്ടായിരുന്നു. തവണ മോഹിനിയാട്ടം മാത്രമല്ല. എത്രയല്ല പഠിക്കുന്നത്? 10. ഇനി 2 കൊല്ലം കൂടെ ഉണ്ട്. അപ്പം നമുക്ക് മ്യൂസിക് റെഡിയായാൽ മെല്ലെ അതിലേക്ക് കിടക്കാം. സ്ഥലം എവിടാ പറഞ്ഞത്? കൊല്ലം കരുനാഗപ്പള്ളി. കൊല്ലം കപ്പടിക്കുമോ? അടിക്കും. ആ ഉത്തരം കിട്ടിയാൽ മതി. മ്യൂസിക് റെഡിയാണോ? മ്യൂസിക് റെഡിയാണെങ്കിൽ നമുക്ക് മോഹിനിയാട്ടത്തിലേക്ക് മ്യൂസിക് ഒന്ന് റെഡി ആവാനുള്ള ഒരു ഇച്ചിരി സമയമുണ്ട്. മോഹിനിയാട്ടം അല്ലാതെ വേറെ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഇല്ല, കേരള നടനം പഠിക്കുന്നുണ്ട്. ഭരതനാട്യം, ഫോക്ക്. 2 വർഷം സമയമുണ്ടോ? ഭരതനാട്യം, ഫോക്ക് ഉണ്ട്. അതിനൊന്നും മത്സരിച്ചില്ലേ? അല്ല, അതിന് എ ഗ്രേഡ് ആയിരുന്നു. ജില്ലയിൽ കേരള സെക്കൻഡ് ഉണ്ടായിരുന്നു. അപ്പീൽ കിട്ടിയില്ല. അപ്പൊ അല്ല, അടുത്ത കൊല്ലം എന്തായാലും പങ്കെടുക്കുമ്പോ നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കുമല്ലോ. എല്ലാം അങ്ങ് നിറഞ്ഞങ്ങ് നിന്ന. എന്തായാലും ഈ കൊല്ലത്തുനിന്ന് വന്ന്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടടുത്ത തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ കപ്പ് നേടിയ ജില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊല്ലം മോശമൊന്നുമല്ല. കഴിഞ്ഞ തവണ കൊല്ലം ഗംഭീര മത്സരമായിരുന്നു. ഇത്തവണ കൊല്ലം തൂക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട. പക്ഷെ തൂക്കുമെന്നുള്ളതാണ് മോള് പറയുന്നത്. മ്യൂസിക്കും കൂടെ വരാനുള്ള സമയമുള്ളൂ. നമ്മൾ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചു നിൽക്കാം. അതെ, മ്യൂസിക് റെഡിയായി. അപ്പം മ്യൂസിക് പശുപതേ കാമിത വരദായക ലോകേശ പശുപതേ കാമിത വരദായക ലോകേശ പശുപതേ ആനീത വരദായക
തകർത്ത്. കൊല്ലത്തുനിന്ന് വന്ന പ്രാർത്ഥന. കൊല്ലത്തുനിന്ന് വന്ന പ്രാർത്ഥനയുടെ പ്രാർത്ഥന. കേൾക്കട്ടെ, എ ഗ്രേഡ് കിട്ടട്ടെ. യെസ്. കൊല്ലം കപ്പ് കൊണ്ടുപോകും. യെസ്. ആ കോൺഫിഡൻസ് കിട്ടി. എല്ലാവർക്കും ഈ കോൺഫിഡൻസ് വാരിക്കൊരി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പം താങ്ക് യു മോളെ. അപ്പം ഇനി അടുത്ത പാട്ടാണ്. കുറച്ച് ഡാൻസ് ആയി. യെസ്. ഏതാ മോനെ ഇനം? ഏതാ? ലളിതഗാനം അല്ലേ? ലളിതഗാനക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യമുണ്ട്. അത് ഈ പാടി കഴിഞ്ഞിട്ട് ചോദിക്കാം. എന്റെ പണ്ട് തൊട്ടേ ഉള്ള സംശയമാണ്. ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. സരയൂ തീരം തരളിതമായൊരു സീതാ വിരഹ കഥമൊഴിയുന്നു. സരയൂ തീരം തരളിതമായൊരു സീതാ വിരഹ കഥമൊഴിയുന്നു. സാരംഗപക്ഷിതൻ ചിറകടി കേട്ടൻ ഗ്രാമഹൃദയം പിടയുന്നു. സാരംഗപക്ഷിതൻ ചിറകടി കേട്ടൻ ഗ്രാമഹൃദയം പിടയുന്നു. സരയൂ തീരം തരളിതമായൊരു സീതാ വിരഹ കഥമൊഴിയുന്നു. അടിപൊളി ലളിതഗാനം. ആദ്യത്തെ നമ്മുടെ ഇന്ന് തുടങ്ങി. പിന്നെ ആദ്യത്തെ ലളിതഗാനം. ഇനി എന്റെ സംശയത്തിലേക്ക് ഞാൻ വരാം. ഞാൻ പണ്ട് ലളിതഗാനത്തിന് മത്സരിച്ചായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ എന്റെ ടീച്ചറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ലളിതഗാനം എന്താ ടീച്ചർ ഇത്ര ടഫ്? ലളിതഗാനം ശരിക്കും ലളിതമാണോ? ലളിതമല്ലേ? അതെ, ലളിതമാണ്. കാളിദാസിന് കുറച്ച് ടഫ് ആയിരിക്കാം, ചിലപ്പം അതുകൊണ്ടായിരിക്കാം. അപ്പൊ ലളിതഗാനം ലളിതമാണെന്നാണ് പറയുന്നത്. അതെ, അതിലൊരു മാറ്റമില്ല. ചുമ്മാങ്കിലും ലളിതഗാനമായതുകൊണ്ട് ലളിതഗാനം പേര് ആണല്ലേ? അതിനൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പൊ അന്ന് ഇത് എന്റെ പ്രശ്നമായിരിക്കും അങ്ങനെയാണെങ്കിൽ. അപ്പം എവിടുന്നാ ജില്ല? പാലക്കാട്. വീണ്ടും പാലക്കാട് തൂക്കുന്ന ലക്ഷണം കാണുന്നുണ്ടോ? തൂക്കും. ശ്രീഹരി ഗോവിന്ദ ശർമ്മ. ഓക്കെ. അപ്പം ഏതാ സ്കൂൾ? ഏതാ? GHSS കിഴക്കഞ്ചേരി. യെസ്. അപ്പം പാലക്കാടേക്ക് കപ്പിലേക്ക് ഒരു നാഴികക്കല്ല്. ഒരാളെയും കൂടി ഇട്ടു. റിസൾട്ട് കയ്യിൽ എ ഗ്രേഡും കൊണ്ട് ഇനി ഏതൊക്കെ ഏകദേശം എ ഗ്രേഡ് കൊണ്ട് വരുന്നുണ്ട്. കൊണ്ടുപോകുന്നൊക്കെ എനിക്ക് തോന്നുന്നു കാളിദാസ. മിക്കവാറും ഏകദേശം ഒരു 70%. അതിനി ബാക്കി ജില്ലക്കാർ പറയണം. അതിന്റെ വേറെ ഏതൊക്കെ ഇനങ്ങൾ? ഏതൊക്കെ? ലളിതഗാനം മാത്രമാണ്. എത്രാമത്തെ കൊല്ലം ഇപ്പം സംസ്ഥാന? ആദ്യമായിട്ടാണ്. 8-ല്ലേ? 8, 9, 10, 11, 12, 4. ഇനി കിടക്കുന്ന 5 കൊല്ലം നമുക്കുള്ളതാ ലളിതഗാനം. ആർക്കും കൊടുക്കുന്നില്ല. പ്ലസ് പാലക്കാട് കപ്പ് തൂക്കുന്നതിന്റെ കൂടെ അങ്ങനെ ഒരു ഇതായി. അപ്പൊ എന്തായാലും അടിപൊളി. യെസ്.